നമസ്കാരം. മന്ത്രിസഭയിൽ ഇവർ മന്ത്രിമാർ 21 അംഗ മന്ത്രിസഭ തിങ്കളാഴ്ച അധികാരമേൽക്കും. കേരളത്തിൽ ജനവിധി അനുകൂലമായതിന് പിന്നാലെ UDF-ൽ പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിനായിട്ടുള്ള ഊർജിതമായിട്ടുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ്. കോൺഗ്രസിന് ഏകദേശം 11 മന്ത്രിമാർ, ചിലപ്പോൾ സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് 12 മന്ത്രിമാർ വരെ ആയേക്കാം. മുസ്ലിം ലീഗ് 4 പേരിൽ തൃപ്തിപ്പെട്ടാൽ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിമാരാകാൻ കഴിയും. ജോസഫ് ഗ്രൂപ്പിന് ഒരു മന്ത്രി മാത്രമായിരിക്കും ലഭിക്കുക. KK രമയ്ക്ക് പദവികളൊന്നും വേണ്ട എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ മാണി സി കാപ്പന് ക്യാബിനറ്റ് പദം കിട്ടുമോ? ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അധികാര സമവാക്യങ്ങളുടെ അന്തിമ രൂപം തേടുകയാണ് UDF. പരമ്പരാഗതമായിട്ട് മുന്നണി പുലർത്തിപ്പോരുന്ന വകുപ്പ് വിഭജന രീതികളിലും മന്ത്രിമാരുടെ എണ്ണത്തിലും ഇത്തവണ വലിയ തോതിലുള്ള അഴിച്ചുപണികൾക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഘടകകക്ഷികളെ എല്ലാം ഒരുപോലെ സംതൃപ്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഭരണത്തിന്റെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിനായിട്ട് ജാതിമത സാമുദായിക സന്തുലിതാവസ്ഥ കൃത്യമായിട്ട് പാലിക്കുക എന്ന അതീവ ഗുരുതരമായിട്ടുള്ള വെല്ലുവിളിയാണ് പുതിയ നേതൃത്വത്തിന് മുന്നിലുള്ളത്. UDF-ലെ മന്ത്രി പദവി വിഭജനത്തിന് ഇന്ന് അന്തിമ രൂപമുണ്ടാവുകയാണ്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് 4 മന്ത്രിസ്ഥാനങ്ങളിൽ തൃപ്തിപ്പെടാൻ തയ്യാറായാൽ മാത്രമേ മുന്നണിയിലെ ചെറുഘടക കക്ഷികൾക്കെല്ലാം മന്ത്രി പദവി ഉറപ്പാക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. ലീഗിന് 4 മന്ത്രിമാരും ഒപ്പം ക്യാബിനറ്റ് പദവിയുള്ള ഒരു സുപ്രധാന പോസ്റ്റുകളും നൽകി അനുനയിപ്പിക്കുവാനുള്ള ഫോർമുലയ്ക്കാണ് നിലവിൽ മുൻഗണന. അപ്പോൾ ഈ ഫോർമുല യാഥാർത്ഥ്യമായാൽ ഒരു മന്ത്രി മാത്രമുള്ള ചെറുകക്ഷികൾക്കും ഭരണ പങ്കാളിത്തം ഉറപ്പാക്കാനും മുന്നണിയിലെ അസംതൃപ്തി അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാനും കോൺഗ്രസിന് സാധിക്കും എന്നുള്ളതാണ്. ഭരണത്തിൽ ലീഗിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മറ്റു ചില ഫോർമുലകളും ചർച്ചയിലുണ്ട്. മുതിർന്ന നേതാവ് MK മുനീറിനെ ഉദ്ദേശിച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവും കമ്മീഷന്റെ പുനഃസംഘടനയും ലീഗ് താല്പര്യപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം KPA മജീദിനായിട്ട് മറ്റൊരു സുപ്രധാന പദവിയും ലീഗ് ക്യാമ്പ് ആവശ്യപ്പെടുന്നുണ്ട്. മന്ത്രിസ്ഥാനങ്ങളുടെ എണ്ണത്തിൽ കടുംപിടുത്തം പിടിക്കാതെ ഇത്തരം പദവികളിലൂടെ ലീഗിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നിലനിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരാകും സഭയിൽ ഉണ്ടാവുക. എന്നാൽ വലിയ വിജയം കൈവരിച്ച പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിസ്ഥാനം കൂടി അടിയന്തരമായി നേടിയെടുക്കുവാൻ കഴിയുമോ എന്ന കാര്യവും കൂടി പാർട്ടി ആലോചിക്കുകയാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പുറമെ ഈ സമുദായ സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചു വേണം കോൺഗ്രസിൽ തങ്ങളുടെ 11 അംഗ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ. ക്രിസ്ത്യൻ, നായർ, ഈഴവ, ദളിത് പ്രാതിനിധ്യങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിക്കുവാൻ ഡൽഹിയിൽ നിന്നുള്ള കടുത്ത മേൽനോട്ടമടക്കം ഉണ്ടാവുകയും ചെയ്യും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയും നൽകുവാനാണ് നിലവിലെ ധാരണ. എന്നാൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം PJ ജോസഫിനും താല്പര്യമുള്ളതിനാൽ ലീഗും ജോസഫ് ഗ്രൂപ്പും തമ്മിൽ ഈ പദവിക്കായിട്ട് തർക്കമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നതാണ്. അതേസമയം ചെറിയ കക്ഷിയായ KDP-യിലെ മാണി സി കാപ്പന് മന്ത്രിസ്ഥാനത്തിന് പകരം ക്യാബിനറ്റ് പദവിയോടെ ചീഫ് വിപ്പ് സ്ഥാനം നൽകണമെന്ന ആലോചനകളും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമാണ് താനും. എന്നാൽ RMP ഇത്തവണ മന്ത്രിസ്ഥാനത്തിന് വലിയ അവകാശവാദം ഉന്നയിക്കാൻ ഇടയില്ല എന്നാണ് സൂചന. സുപ്രധാന വകുപ്പുകൾ കൈവശപ്പെടുത്തുന്നതിനെ ചൊല്ലിയും മുന്നണിയിൽ വൻ വടംവലിയാണ് നടക്കുന്നത്. ഇത്തവണ റവന്യൂ വകുപ്പ് വേണമെന്ന ആവശ്യം ജോസഫ് ഗ്രൂപ്പ് ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പരമ്പരാഗതമായി തങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന റവന്യൂ വകുപ്പിൽ ലീഗിനും കടുത്ത താല്പര്യമുണ്ട്. അപ്പോൾ റവന്യൂ വകുപ്പ് ലഭിച്ചില്ല എങ്കിൽ പൊതുമരാമത്തും ടൂറിസവും അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ചേർന്ന് ഒറ്റ വകുപ്പായി നൽകണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ബദൽ ആവശ്യം. അപ്പൊ ഇതിനു പുറമെ ആരോഗ്യ വകുപ്പിലും മുസ്ലിം ലീഗ് കണ്ണുവെക്കുന്നുണ്ട് എന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ ചില നിർണായക തീരുമാനങ്ങൾക്ക് കോൺഗ്രസ് മുതിർന്നേക്കും. നഷ്ടത്തിലോടുന്ന KSRTC ഉൾപ്പെടെ ഉള്ള ഗതാഗത വകുപ്പ് സംവിധാനങ്ങൾ ഇത്തവണ കോൺഗ്രസ് നേരിട്ട് ഏറ്റെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും കോൺഗ്രസ് ലീഗിന് വിട്ടുകൊടുക്കാതെ സ്വന്തം കൈകളിൽ സൂക്ഷിക്കണമെന്ന് പാർട്ടിയുടെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തുറമുഖം സഹകരണവുമാണ് CMD തങ്ങളുടെ പ്രതിനിധിക്കായിട്ട്, അതായത് CP ജോണിനായിട്ട് ചോദിക്കുന്നത്. നിയമസഭാ സ്പീക്കർ പദവിയിലേക്കും തർക്കങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. നിലവിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് സജീവമായിട്ട് ഉയരുന്ന പേര് എന്ന് പറഞ്ഞാൽ മുതിർന്ന നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റേതാണ്. എന്നാൽ തിരുവഞ്ചൂർ മന്ത്രിസഭയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുക എന്ന നയത്തിന്റെ ഭാഗമായിട്ട് റോജ്യം ജോണിനെ സ്പീക്കർ പദവിയിലേക്ക് പരിഗണിച്ചേക്കും. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഘടകകക്ഷികൾക്ക് നൽകുന്ന കാര്യത്തിലും ഇന്ന് ഒരു തീരുമാനം ഉണ്ടാവുക തന്നെ ചെയ്യും. UDF-ലെ മന്ത്രിമാരുടെ സാധ്യതാ പട്ടിക പരിശോധിച്ചാൽ വൻ നേതാക്കളുടെ നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിൽ നിന്ന് തന്നെ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, N ശക്തൻ, ചിലപ്പോൾ AP അനിൽകുമാർ ഉണ്ടായേക്കാം, PC വിഷ്ണുനാഥ്, ഷാനിമോൾ ഉസ്മാൻ, M ലിജു, ബിന്ദു കൃഷ്ണ, T സിദ്ദിഖ്,
VP സജീന്ദ്രൻ എന്നിവരാണ് മുൻനിരയിലുള്ളത്. ഇവരിൽ നിന്നാകും സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ അടക്കം നിശ്ചയിക്കുക. പാർട്ടിയിൽ വലിയൊരു യുവനിരയും അവസരം കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ VT ബൽറാമുണ്ട്, മാത്യു കുഴൽനാടനുണ്ട്, അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല, K ജയന്ത്, M വിൻസെന്റ്, പഴകുളം മധു, റോജി M ജോൺ എന്നിവരും സജീവമായിട്ടുള്ള പരിഗണനയിലാണ്. ഘടകകക്ഷിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, KM അഷ്റഫ് എന്നിവരും, കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫും, ജേക്കബ് ഗ്രൂപ്പിൽ നിന്ന് അനൂപ് ജേക്കബും, RSPയിൽ നിന്ന് ഷിബു ബേബി ജോണും, CMPയിൽ നിന്ന് CP ജോണും, KDPയിൽ നിന്ന് മാണി C കാപ്പനും പട്ടികയിലുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ മുന്നണി യോഗം ചേർന്ന് അന്തിമമായിട്ടുള്ള ഒരു ഫോർമുല പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച തന്നെ 21 അംഗ മന്ത്രിസഭ അധികാരമേൽക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഇപ്പൊ തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് K മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സണ്ണി ജോസഫും, KPC പ്രസിഡന്റ് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇതിനകത്ത് ഉറപ്പിച്ച പദവികൾ ഉറപ്പിച്ചവരാണ്. രമേശ് ചെന്നിത്തല ഒഴികെ 3 പേര് ഉറപ്പിച്ചവരാണ്, K മുരളീധരനും തിരുവഞ്ചൂരും ഒപ്പം സണ്ണി ജോസഫും. അപ്പൊ ബാക്കിയുള്ളവരുടെ ലിസ്റ്റുകളാണ് പൂർണ്ണമാകേണ്ടത്. ചിലപ്പോൾ 11 അംഗ മന്ത്രിമാർ കോൺഗ്രസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരാളെ കൂടി ചേർത്ത് 12 അംഗ മന്ത്രികളായിരിക്കും. ബാക്കിയുള്ളവരോട് ഉൾപ്പെടുത്തി 21 അംഗ മന്ത്രിസഭയ്ക്ക് രൂപം നൽകുകയാണ്, മന്ത്രിമാർക്ക് രൂപം നൽകുകയാണ്. അങ്ങനെ പുതിയൊരു ക്യാബിനറ്റ് ഉണ്ടാകുന്നു. 21 അംഗ മന്ത്രിസഭ തിങ്കളാഴ്ച അധികാരമേൽക്കും.